കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ മുഖ്യപ്രഭാഷണത്തിനായി സാദരം സ്വാഗതം ചെയ്യുന്നു. അഭിനന്ദനായ നമ്മുടെ വേദിയിലുള്ള അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ബഹുമാനായ കർണാടക ചീഫ് മിനിസ്റ്റർ ഓണറബിൾ സിദ്ധരാമയ്യ, എൻ്റെ സുഹൃത്ത് ശ്രീ കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, സമദാനി, അതുപോലെ തന്നെ ബഷീർ, ഈ വേദിയിൽ എല്ലാ എം പിമാരും, ഞാൻ കൂടുതൽ പേരുകൾ പറയുന്നില്ല, എല്ലാ ജനപ്രതിനിധികളും സുഹൃത്തുക്കളും അതുപോലെ തന്നെ നേതാക്കന്മാരും ഒക്കെ ഉണ്ട്. സമയം വൈകിയത് കൊണ്ട് കൂടുതൽ പറയുന്നില്ല. നമുക്കെല്ലാവർക്കും വളരെ വൈകാരികമായ ഒരു ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ ആര്യാടൻ മുഹമ്മദ് സാഹിബ് ഇവിടെ ബാപ്പുട്ടി സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ അത് തൊട്ട് ഇതുവരെ അതിന് മുമ്പും പ്രാസംഗൻ മുഴുവൻ സൂചിപ്പിച്ച ആ പ്രഗത്ഭനായ കഴിവുറ്റ ഭരണകർത്താവ്, രാഷ്ട്രീയ നേതാവ്, ജനപ്രിയ നേതാവ്, തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ആള്, അണികളോട് ശാസിക്കാൻ കഴിവുള്ള ആള്. ഇവിടെ നേരത്തെ അദ്ദേഹം സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, കോൺഗ്രസും ലീഗും അല്ലെങ്കിൽ UDF-ൽ തർക്കം വരുമ്പോൾ ആ തർക്കം തീർക്കാൻ വേണ്ടി ആര്യാടന് കഴിയുമായിരുന്നു എന്ന്. ആര്യാടൻ പറഞ്ഞത് കേൾക്കാതിരുന്ന വിവരം അറിയും. അതായിരുന്നു ആര്യാടൻ്റെ ഒരു കമാൻഡിങ് പൊസിഷൻ. അതിനുള്ള ഒരു സ്വാതന്ത്ര്യം പ്രവർത്തകന്മാരുടെ മുകളിൽ ആര്യാടൻ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള നേതാക്കൾ ചുരുക്കമാണ്. ശ്രീ കെ സി വേണുഗോപാൽ പറഞ്ഞത് ശരിയാണ്. മന്ത്രിസഭയിൽ ഞങ്ങൾക്കാർക്കും ഒന്നും വായിച്ചു വരണ്ട, വായന ആര്യാടൻ നടത്തിക്കോളും, ചെവിയോർത്തിരുന്നാൽ മതി. അജണ്ട മുഴുവൻ പഠിച്ചു വന്ന് ആര്യാടൻ പറയുന്നത് ചെവിയോർത്തിരിക്കലാണ് മുഖ്യമന്ത്രിയുടെയും ഞങ്ങളുടെ ഒക്കെയും പണി. എന്നിട്ട് തീരുമാനമെടുക്കും. പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്. ആര്യാടനുമായി അത്ര സംഭവബഹുലമായ കാലഘട്ടമാണ് കടന്നുപോയത്. ഇന്നലെയുടെ ജ്വലിച്ചു നിന്ന ആ താരത്തിൻ്റെ പേരുള്ള ഒരു പുരസ്കാരം ഇന്ന് ശോഭിച്ചു നിൽക്കുന്ന ശ്രീ കെ സി വേണുഗോപാലിന് കൊടുത്തത് വളരെ ഉചിതമായി, സന്ദർഭോചിതമായി. നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ ചീഫ് മിനിസ്റ്റർ ശ്രീ സിദ്ധരാമയ്യ പറഞ്ഞതുപോലെ രാജ്യത്ത് നടക്കുന്നത് വലിയ ഒരു വർഗീയ വിഭാഗീയ ഏകാധിപത്യ ഫോഴ്സിനെതിരായുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ വലിയ പങ്കുവഹിക്കുന്ന ആളാണ് ശ്രീ കെ സി വേണുഗോപാൽ. അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാൽ ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിലും അതുവഴി മതേതര മൂവ്മെൻറ്റിലും വലിയ പങ്ക് വഹിക്കുന്നു. ഞങ്ങളുടെയൊക്കെ പിന്തുണ, ഉറച്ച പിന്തുണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈ കാര്യത്തിലുണ്ട്. രാജ്യത്തെ മോചിപ്പിക്കാനുള്ള പോരാട്ടത്തിൽ നമുക്ക് ഒന്നിച്ചു നീങ്ങാം. ആര്യാടൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് എല്ലാ പാവങ്ങളും ഈ ചടങ്ങിന് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ സിദ്ധരാമയ്യ സർ ഈ വേദിയിൽ നിന്ന് വിടവാങ്ങുകയാണ്. നമുക്ക് ഏവർക്കും നിറ കയ്യടികളോടെ നമ്മുടെ ബഹുമുഖ്യമന്ത്രി ശ്രീ സിദ്ധരാമയ്യ ജീനെ ഈ വേദിയിൽ നിന്നും യാത്ര അയക്കാം. താങ്ക് യു സർ ഫോർ യുവർ എസ്റ്റീംഡ് പ്രകാശനം ചെയ്യുന്നതിനായി നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനെയും അത് ഏറ്റുവാങ്ങുന്നതിനായി പി കെ ബഷീർ MLA യെയും സ്വാഗതം ചെയ്യുന്നു.